Hi students, welcome to Compass International. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇറ്റലിയിലുള്ള സ്കോളർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ഇറ്റലിയിലുള്ള സ്കോളർഷിപ്പ് റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതേപോലെ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഇറ്റലി സ്കോളർഷിപ്പിന് അണ്ടറിൽ വരുന്നത്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റലി സ്കോളർഷിപ്പിനെ കുറിച്ച് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇറ്റലി സ്കോളർഷിപ്പ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റെഫ്യൂസൽസ് വരുന്ന ഒരു ഓപ്ഷനാണ് ഇറ്റലി സ്കോളർഷിപ്പ്. അപ്പം നമ്മളൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 100% അതൊരു റെഫ്യൂസൽ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾ ആ പർട്ടിക്കുലർ കോഴ്സിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിലേഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ആ ബാച്ചിലേഴ്സിലേക്കുള്ള സയൻസ് സ്ട്രീമിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ മാത്സിൻ്റെ സ്കോറ് ഇതൊക്കെ എൻട്രി റിക്വയർമെൻ്റ് ആയിട്ട് വരാറുണ്ട്. ചില യൂണിവേഴ്സിറ്റി അവരുടെ എൻട്രി റിക്വയർമെൻ്റ് ആയിട്ട് നമ്മുടെ 12th ഗ്രേഡ് മാത്രമല്ല ഒരു അസസ്മെൻറ്റ് ടെസ്റ്റും നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ ടോൾക്ക് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ സാറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ എക്സാംസ് ക്ലിയർ ആവുന്ന, അതായത് ടോപ്പ് സ്കോറോട് ക്ലിയർ ആവുന്ന കുട്ടികൾക്കായിരിക്കും അവർ കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കുന്നത് ബാച്ചിലേഴ്സിലേക്ക് ചെല്ലുമ്പോൾ. അപ്പം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് റിക്വയർമെൻറ്റ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ എടുക്കാൻ തയ്യാറാണോ, ഇങ്ങനെയുള്ളൊരു കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൂടുതലും വരുന്നത്, നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചത് ഒന്നായിരിക്കും, പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞു, ഫോർ എക്സാമ്പിൾ ബിസിനസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്തത് മേ ബി ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്കായിരിക്കും, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മാസ്റ്റേഴ്സിലേക്ക് ഒരു ലോജിസ്റ്റിക്കിലാണ്. അപ്പോൾ ഇത് മൂന്നും ഒരു റിലേഷൻ വരുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ തന്നേക്കാം, പക്ഷേ വിസയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫ്യൂസൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് അക്കാഡമിക്സ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് തന്നെ വേണം ഇറ്റലിയിലേക്ക് സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്കോളർഷിപ്പാണ്. എന്നിരുന്നാലും സ്കോളർഷിപ്പ് ഈസ് ഒൺലി ഫോർ ദ സ്റ്റുഡൻസ് ആഫ്റ്റർ റീച്ചിങ് ഇൻ ഇറ്റലി. പക്ഷേ ഇമിഗ്രേഷനിലേക്ക് പോകുമ്പം, അതായത് നിങ്ങളുടെ വീസ കോൺസുലേറ്റിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിനാൻഷ്യൽ പ്രോപ്പർ കറക്റ്റായി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വിസ റെഫ്യൂസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റലിയിലേക്ക് വിസ റെഫ്യൂസ് വരുന്നത് മെയിൻ ഒരു റീസൺ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ, അതായത് കുട്ടികൾ ഇൻ്റർവ്യൂവിൽ പ്രോപ്പർ പ്രിപ്പയർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നോർമലി ഇറ്റലിയിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് 3 years ആണ്. എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ 4 years ആണ്. അതേപോലെ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 years ആണ്. ഇതിൽ മാസ്റ്റേഴ്സ് 1 year പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആസ് പെർ ദി സ്കോളർഷിപ്പ് റിക്വയർമെൻറ്റ്, നിങ്ങൾ ബാച്ചിലേഴ്സിന് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ 3 or 4 years ബാച്ചിലേഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ മാത്രമാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അതേപോലെ മാസ്റ്റേഴ്സ് 2 year പ്രോഗ്രാമിന് പോകുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ബാച്ചിലേഴ്സിന് പോകുന്ന കുട്ടികൾക്ക് ബേസിക്കലി 20 lakh rupees ആണ്, 20 to 22 lakh rupees ആണ് അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് കാണിക്കേണ്ടത്. അതായത് പുട്ട് ടുഗെദർ ഫോർ എൻറ്റയർ 3 years ഡ്യൂറേഷൻ്റെ ഒരു എക്സ്പെൻസ് ആണ്, ലിവിങ് എക്സ്പെൻസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷനായിട്ട് കുട്ടികളുടെ കയ്യിലുണ്ടാവണം. അതൊന്നല്ലെങ്കിൽ കുട്ടിയുടെ ഓൺ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ സ്പോൺസറായിട്ട് അവരുടെ പാരൻസിൻ്റെ അക്കൗണ്ട് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മെറ്റേൺ അങ്കിൾ ഉണ്ടാവും, ആൻറ്റീസ് ഉണ്ടാവും. ഇവരുടെ ആരുടെയും അക്കൗണ്ടിൽ കാണിച്ചാലും അത് ഇമിഗ്രേഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല. സോ ദ എമൗണ്ട് ഹാസ് ടു ബി എയ്തർ ഇൻ സ്റ്റുഡൻസ് അക്കൗണ്ട് ഓർ സ്റ്റുഡൻസ് പാരൻസ് അക്കൗണ്ട്. അപ്പം നോർമലി നമ്മൾ വിസ സബ്മിഷന് പോകുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തൊട്ടെങ്കിലും ഇത് സ്റ്റുഡൻസിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. സെപ്റ്റംബർ ഇൻടേക്കാണ് നോർമലി സ്കോളർഷിപ്പിന് വരുന്നത്. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലെ വിസയ്ക്ക് ഫയൽ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ജൂലൈ, ഈ ഒരു ടൈം ജൂലൈ ഓഗസ്റ്റ് ആണ്
ടൈം വരുന്നത്. അപ്പോൾ നമുക്ക് ബാഗ് ഒരു 6 month ആയിട്ടെങ്കിലും ഒന്നെങ്കിൽ സ്റ്റുഡൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ പാരൻ്റ് അക്കൗണ്ടിൽ ഉണ്ടാവും, വിത്ത് പ്രോപ്പർ സോഴ്സോട് തന്നെ ഉണ്ടാകും. പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് തേർഡ് പാർട്ടി ഫണ്ടുകളൊക്കെ, അല്ലെങ്കിൽ ഫിനാൻസിൽ ഇടുന്ന ഫണ്ട്, ഇത് നോർമലി ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം 100% വേരിഫിക്കേഷൻ ഇറ്റലിയുടെ കേസിൽ വരുന്നുണ്ട്. സോ ഈ തേർഡ് പാർട്ടി ഫിനാൻസിൻ്റെ വേരിഫിക്കേഷൻ ഒരിക്കലും പ്രോപ്പറായിട്ട് വരാറുമില്ല, നമ്മളത് സജസ്റ്റ് ചെയ്യാറുമില്ല. സോ ഇറ്റലിയിലേക്ക് പോകുന്ന കുട്ടികൾ ഒരു കാര്യം കൂടെ എൻഷുർ ചെയ്യുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും സ്ട്രോങ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇറ്റലി സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വിസ റഫീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അക്കാഡമിക്കലി എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ വിസ റഫീസ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, വിസ സബ്മിഷൻ്റെ ഒരു 6 മാസം മുമ്പെങ്കിലും നിങ്ങളുടെ പാരൻ്റ് അക്കൗണ്ടിലോ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക വിത്ത് പ്രോപ്പർ സോഴ്സ്. ഇനി ഇതിൽ ചില കുട്ടികൾ ചിലപ്പോൾ ലോണായിട്ട് പോകുന്നവരുണ്ടാവും. അപ്പോൾ ലോൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ലോൺ ആണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ലോൺ എടുത്തത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിസ്ബേഴ്സ് ചെയ്ത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വെച്ചാൽ മാത്രമേ അതും ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഈ ലോൺ എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോൺ എടുക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും അത് പാരൻറ്റിന് റീപേ ചെയ്യാനും കൂടെ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതായത് പാരൻസ് ഒരു വെൽ ഇൻകംഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, വിത്ത് പ്രോപ്പർ ബാക്ക് 3 years ITR സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇറ്റലിയിലേക്ക് നോക്കിയിട്ട് കാര്യമുള്ളൂ. കാരണം അക്കാഡമിക്സ് മാത്രമല്ല, ഇമിഗ്രേഷൻ നിങ്ങളുടെ അക്കാഡമിക്കലി ഒരു സെക്കൻഡ് പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പ്രിഫറൻസ് നോക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. നമ്മളപ്പോൾ ബാച്ചിലേഴ്സിൻ്റെ എന്താണ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് നമ്മൾ നോക്കി. മാസ്റ്റേഴ്സിൽ വരുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് വരുന്നത് 17 lakhs ആണ്. മുമ്പ് ബാച്ചിലേഴ്സിൽ പറഞ്ഞ പോലെ അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് മാസ്റ്റേഴ്സിൽ വരുന്നത്. 17 lakh rupees പ്രോപ്പർ ഫണ്ട് ഉണ്ടായിരിക്കണം, പിന്നെ പാരൻസിൻ്റെ അക്കൗണ്ടിലോ സ്റ്റുഡൻസിൻ്റെ അക്കൗണ്ടിലോ ഉണ്ടായിരിക്കണം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മാസ്റ്റേഴ്സിലേക്കും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് ഏതൊക്കെ ടൈപ്പ് സ്കോളർഷിപ്സ് ആണ്. ബേസിക്കലി ഇറ്റലിയിൽ 2 ടൈപ്പ് ഓഫ് സ്കോളർഷിപ്സ് ആണുള്ളത്. ഒന്ന് അക്കാഡമിക് ബേസ്ഡ് സ്കോളർഷിപ്പ്, പിന്നെ ഒന്ന് റീജിയണൽ ബേസ്ഡ് സ്കോളർഷിപ്പ്. അക്കാഡമിക് ബേസ്ഡ് സ്കോളർഷിപ്പ് പേരിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് വെൽ അക്കാഡമിക്സ് പ്രിഫറബിളി ഒരു 90% എബോ ഒരു 92% എബോ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നോർമലി യൂണിവേഴ്സിറ്റീസിനൊക്കെ സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ കോമേഴ്സ് ഇൻ്റർനാഷണൽ നമ്മൾ ചെയ്യുന്നത് റീജിയണൽ ബേസ് അല്ലെങ്കിൽ എക്കണോമിക് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ്. അപ്പോൾ എന്താണ് ഈ റീജിയണൽ ബേസ്ഡ് സ്കോളർഷിപ്പ്? ഇറ്റലിയിൽ ഒരുപാട്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് പോലെ തന്നെ ഒരുപാട് റീജൻസ് ഉണ്ട്. ആ ഓരോ റീജൻസിനും അവരുടേതായിട്ടുള്ളൊരു സ്കോളർഷിപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ആ റീജിയണൽ സ്കോളർഷിപ്പിലേക്കാണ് നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഇനി ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ 2026 ഇപ്പോൾ സ്കോളർഷിപ്പ് ഓപ്പൺ ആയിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെ സ്കോളർഷിപ്പ് ഓപ്പൺ ആണ്. ബാച്ചിലേഴ്സിൻ്റെയും മാസ്റ്റേഴ്സിൻ്റെയും സ്കോളർഷിപ്പ് ഓപ്പൺ ആണ്. ഇപ്പോൾ +2 ഫൈനൽ ഇയർ, അതായത് +2 ഇപ്പോൾ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അതേപോലെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഡിഗ്രി റീസെൻ്റ്ലി കഴിഞ്ഞ കുട്ടികൾക്കോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ജസ്റ്റ് നിങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നിലവിലുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഫസ്റ്റ് അവരുടെ ഡോക്യുമെൻറ്റ്സ് എന്താണ്, അവരുടെ പ്രിഫറഡ് കോഴ്സ് എന്നുള്ളത് നമുക്ക് തരിക. നമ്മൾ അവരുടെ അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കോഴ്സ് സജഷൻ കുട്ടികൾക്ക് തരും. നമ്മൾ നോർമലി പറയുന്നത് 80% എബവ് ഉള്ള കുട്ടികൾ മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ 70%, 60% ഉള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് 80% എന്ന് പറയുന്നത് വെച്ചാൽ 80% എബവ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പം 80% എബവ് റാങ്കിങ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റീസാണ്. അപ്പം നോർമലി ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വിസ റെഫ്യൂസലിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു 80% മിനിമം ഉള്ള കുട്ടികൾ അപ്ലൈ ചെയ്യാന്നുള്ളത്. സോ ഈ ഒരു അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്താണോ അവരുടെ കോഴ്സ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എന്താണോ അവർ കോഴ്സ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ കോഴ്സിൻ്റെ ഒരു സജഷൻസ് നമുക്ക് തരിക. നമ്മളും അതനുസരിച്ചിട്ട് കുട്ടിയുടെ പ്രിഫറൻസ് അനുസരിച്ച് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് കോഴ്സ് പ്രിഫർ ചെയ്യും. ബാച്ചിലേഴ്സിലേക്ക് പോകുന്ന കുട്ടികൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം മിക്ക യൂണിവേഴ്സിറ്റീസിൽ ഒന്നല്ലെങ്കിൽ അവിടെ ഒരു എൻട്രൻസ് എക്സാമിനുണ്ട്.
ഒന്നല്ലെങ്കിൽ സാറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ടോൾക്ക് എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ സാറ്റ് അല്ലെങ്കിൽ ടോൾക്ക്? സാറ്റ് അല്ലെങ്കിൽ ടോൾക്ക് എന്ന് പറയുന്നത്, സാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് 10th മാത്സും പ്ലസ് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻസും ആയിരിക്കും വരിക. ഇത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അതേപോലെ ടോൾക്കിൽ അത് തന്നെയാണ് വരുന്നത്. ടോൾക്കിൽ മാത്സ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, ഇതിലേതെങ്കിലും ഒന്ന് എക്സാം എഴുതുക. ഇതിൻ്റെ എക്സാം നോർമലി ടോൾക്കിൻ്റെ എക്സാം എല്ലാ മാസവും ഇല്ല. സാറ്റിൻ്റെ ഇനി നവംബർ അതേപോലെ ജാനുവരിയിലേക്കാണ് ഉള്ളത്. ഇപ്പോൾ കുട്ടികൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിൻ്റെ അപ്ലൈ ചെയ്യുക, കാരണം ഇതിനൊക്കെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടോൾക്കോ അല്ലെങ്കിൽ സാറ്റോ ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതുക. അതോടൊപ്പം തന്നെ IELTS ഓവറോൾ 6 എടുക്കുക. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നോർമലി യൂണിവേഴ്സിറ്റി ബാച്ചിലേഴ്സിന് പ്രിഫർ ചെയ്യുള്ളൂ. ഓക്കെ, മാസ്റ്റേഴ്സിൻ്റെ കേസ് വരുമ്പോഴത്തേക്കിന് സാറ്റും ടോൾക്കും ആവശ്യമില്ല, കാരണം അത് ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ്. മാസ്റ്റേഴ്സിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് IELTS 6.5 എടുക്കുക എന്നുള്ളതാണ്. കാരണം IELTSും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി അവരുടെ റിക്വയർമെൻറ്റ്സ് കൂട്ടിയിട്ടുണ്ട്. സോ പ്രിഫറബിളി അവർ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ അസസ്മെൻറ്റ് കഴിഞ്ഞ കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഴ്സ് സെലക്ഷൻ കഴിഞ്ഞു, നിങ്ങളുടെ അസസ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ എടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഇപ്പം ഫൈനൽ ഇയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ എക്സാമാണ്. എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് മെയില് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അഡ്മിഷൻ കിട്ടും. പ്രൊവിഷണൽ അഡ്മിഷൻ ആയിരിക്കും. അതായത് നിങ്ങളുടെ റിസൾട്ടും കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ഇനി ഫൈനൽ ഇയർ അല്ല, ഓൾറെഡി പഠിച്ച് ഇറങ്ങിയ കുട്ടികളാണെങ്കിൽ പ്രൊവിഷണൽ ഇല്ല, നിങ്ങൾക്ക് നേരെ അഡ്മിഷൻ ലെറ്റർ ആയിരിക്കും കിട്ടുക. ഒരു അഡ്മിഷൻ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലുള്ളൂ. ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടും. ഈ അഡ്മിഷൻ ലെറ്റർ വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ DOV എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ അക്കാഡമിക് റിക്കഗ്നിഷൻ, ഇത് നേരെ പോയി ഇറ്റാലി VFSൽ സബ്മിറ്റ് ചെയ്യുക. അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ജെന്വിൻ ആണ് എന്ന് ഇറ്റാലിയൻ കൗൺസിലേറ്റ് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് DOV എന്ന് പറയുന്നത്. ഈ DOV സബ്മിഷന് ശേഷം ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രീ എൻറോൾമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ഈ DOVയും ഈ പ്രീ എൻറോൾമെൻറ്റ് സബ്മിഷന് ശേഷമാണ് നമ്മൾ ഒരു ജൂലൈ അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് ആകുമ്പോൾ നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം ഒരു എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു 7-8 മാസത്തെ പ്രോസസ്സാണ്. കാരണം സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ലെങ്തി പ്രോസസ്സാണ്. സോ മേക്ക് ഷുവർ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. കാരണം പല കുട്ടികളും നമ്മുടെ അടുത്ത് വരാറുണ്ട്, ഇത് കിട്ടിയില്ല അല്ലെങ്കിൽ അത് അറിഞ്ഞില്ല, ഏജൻറ്റ് പറയില്ല. പക്ഷേ ഇപ്പോഴാണ് അത് കറക്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറ്റലി സ്കോളർഷിപ്പിൻ്റെ നമ്മൾ എന്താണ് പ്രൊസീജിയർ, എന്താണ് റിക്വയർമെൻറ്റ്സ് നമ്മൾ കണ്ടു. ഇനി ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിയണ്ടേ അല്ലേ? ഈ പ്രോസസ്സ് എല്ലാം കൂടെ സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്യുന്ന സക്സസ്ഫുൾ ആവുന്ന കുട്ടികൾക്ക് എന്താണ് ബെനിഫിറ്റ്, അതുകൂടെ നമുക്ക് നോക്കിയാലോ. അതായത് ബാച്ചിലേഴ്സിന് പോകുന്ന കുട്ടികൾക്ക് ആ ബാച്ചിലേഴ്സിലെ എൻറ്റയർ ഫീസും നിങ്ങൾക്ക് വേവ്ഡ് ഓഫ് ആവും. പ്ലസ് അവിടുത്തെ ഇറ്റാലിയൻ ഗവൺമെൻറ് ഓരോ ഇയർ 5200 യൂറോസ് സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. അതെന്തിനാണ്? ടു മീറ്റ് ദ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അത് പല രൂപത്തിലായിരിക്കും വരിക. കാരണം ചിലവർ ഓൾറെഡി അക്കോമഡേഷൻ്റെ എക്സ്പെൻസ് ലാൻഡ് ലോഡിനോ കൊടുത്തിട്ടുണ്ടാവും. ഫുഡിൻ്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് ഒരു ഫുഡ് കൂപ്പൺ ആയിട്ടായിരിക്കും വരിക. എന്നിരുന്നാലും വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു 5200 യൂറോന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റീസിൽ നിങ്ങളുടെ സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഈ ഒരു സെഷനിലുടനീളം പറഞ്ഞത് പോലെ നിങ്ങളുടെ കോഴ്സ് സെലക്ഷനും നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റലിയിൽ വിസ റിഫ്യൂസൽ ഹൈ ആണ്. പക്ഷേ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാനും ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് കുറച്ച് കുട്ടികൾക്ക് വിസ റീസെൻ്റ്ലി വന്നിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, നമ്മൾ എന്തായാലും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് അതേപോലെ ഒരു സപ്പോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമ്പസ് ഇൻ്റർനാഷണൽ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.